CMRL എക്സലോജിക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 4 ജില്ലകളിലായി 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം വിപുലമായ റെയ്ഡ് നടത്തിയതിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ 4 ജില്ലകളിലാണ് പ്രധാനമായും ED റെയ്ഡ് നടത്തിയത്. കൊച്ചിയിലെ CMRL കോർപ്പറേറ്റ് ഓഫീസ് MD ശശിധരൻ കാർത്തയുടെ വീട്, കമ്പനിയിലെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ വീടുകൾ, കൂടാതെ മുൻപ് ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ചില വ്യക്തികളുടെ ഓഫീസുകൾ എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. CMRL കമ്പനിയിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ നിന്നും എക്സലോജിക് കമ്പനിക്ക് നൽകിയ പണത്തിന്റെ ഉറവിടം, ബാങ്ക് ഇടപാടുകൾ, ഇലക്ട്രോണിക് തെളിവുകൾ, ലാപ്ടോപ്പ്, ഫോണുകൾ എന്നിവ ED പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ച ശേഷം കമ്പനി MD ശ്രീധരൻ കർത്ത ഉൾപ്പെടെയുള്ള പ്രമുഖരെയും സാമ്പത്തിക ഇടപാടുകൾക്ക് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരെയും കൊച്ചിയിലെ ED ഓഫീസിലേക്ക് വിളിപ്പിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യാനാണ് EDയുടെ അടുത്ത നീക്കം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സലോജിക് കമ്പനിക്ക് സേവനം നൽകാതെ മാസപ്പടിയായി കോടികൾ നൽകിയെന്ന SFIOയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ED കള്ളപ്പണ നിരോധന നിയമപ്രകാരം ഈ നീക്കങ്ങൾ വേഗത്തിലാക്കിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ ആകെ 242 ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചിട്ടുണ്ട്. മരവിപ്പിച്ച ഈ അക്കൗണ്ടുകളിലായി ആകെ 18.36 കോടി രൂപയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ഫിക്സഡ് ഡെപ്പോസിറ്റ് രേഖകളും ബാങ്ക് രേഖകളും പരിശോധിച്ച ശേഷം ഈ പണത്തിന്റെ ഉറവിടവും വിനിയോഗവും കണ്ടെത്താനാണ് ഉദ്യോഗസ്ഥർ ലക്ഷ്യമിടുന്നത്.